ക്വസ്റ്റ്യൻ നമ്പർ 15. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ നമ്മുടെ ഗോസസ് ലോയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഗോസസ് ലോന്റെ ഐഡിയ നിങ്ങൾ അറിയണം. ദ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു അല്ലേ, എന്താ ഗോസസ് ലോന്റെ ഫോർമുല 1/ε0 ഇൻറ്റു ചാർജ് അല്ല, ചാർജ് എൻക്ലോസ്ഡ് ആണ്. ഈ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് ഗോസസ് ലോന്റെ ഇക്വേഷനിൽ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ 1/ε0 ഇൻറ്റു ചാർജ് അല്ല, ചാർജ് എൻക്ലോസ്ഡ് ആണ്. അതിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ചാർജ്. പിന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഇതേപോലെ ഒരു ക്യൂബ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ വി ഹാവ് എ ക്യൂബ്. ഇതേപോലെ ഒരു ക്യൂബ് ഉണ്ട്. ആ ക്യൂബിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ എന്ത് വെക്കുന്നുണ്ട്, ചാർജ് വെക്കുന്നുണ്ട്. ആ സമയത്ത് അതിൻ്റെ ചാർജ് എൻക്ലോസ്ഡ് എത്രയെന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നാലാണ് ഇതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ഒരു ക്യൂബിൻ്റെ ബോഡി സെൻറ്ററിൽ വെച്ചു, ഉള്ളിൽ വെച്ചു. ഇതിനെയാണ് നമ്മൾ ബോഡി സെൻറ്റർ എന്ന് പറയുക. ആ സമയത്ത് കംപ്ലീറ്റ് ചാർജ് അതിന് എൻക്ലോസ്ഡ് ആണ്. ഇപ്പോൾ നമ്മുടെ ഒരു ക്ലാസ് റൂം ഉണ്ടായിരുന്നു, ഒരു ക്യൂബ് പോലെ. അതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജ് മുഴുവനും ആ ക്ലാസ്സിന് അവകാശപ്പെട്ടതാണ്. എല്ലാം അതിൻ്റെ ഉള്ളിൽ എൻക്ലോസ്ഡ് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് ആര് തന്നെയാണ്, ക്യൂ തന്നെയാണ്. സോ കുഴപ്പമൊന്നുമില്ല. അടുത്തൊരു കേസിൽ ഞാൻ വെച്ചിട്ടുള്ള ചാർജ് അതിൻ്റെ വൺ ഓഫ് ദ കോർണറിലാണ്. അപ്പോൾ ഈ ഒരു കേസിൽ അതിൻ്റെ മുഴുവൻ ചാർജും ഇയാൾക്ക് അവകാശപ്പെട്ടതല്ല. നിങ്ങളിവിടെ ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഈ രീതിയിൽ ഇതിനെ വരക്കാം. ഇതിൽ നോക്കൂ, ഇത്രയും ഭാഗം ഇയാളുടെ പുറത്താണ്. കണ്ടോ, ഇത്രയും ചാർജ് മാത്രമേ ഇതിന് അവകാശപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതിൻ്റെ പുറത്താണ് വരുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം പുറത്താണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ഇതിന് എത്ര ചാർജാണ് എൻക്ലോസ് ചെയ്തിട്ടുള്ളത്. Q/8 ആണ്. വേണമെങ്കിൽ അത് പഠിച്ചു വെക്കാം. ഞാൻ അതിൻ്റെ ഒരു ഐഡിയ പറയാം. അല്ലെങ്കിൽ നേരെ കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ Q/8 ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് 8 പേരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ഇതേപോലെ ഇവിടെ ഒരു ക്യൂബ് വരുന്നുണ്ടാവില്ലേ, ഇതേപോലെ ഇവിടെ ഒരു ക്യൂബ് വരുന്നുണ്ട്, ഇപ്പുറത്തും ഒരു ക്യൂബ് ഉണ്ടാകും, ഇവിടെ ഒരു ക്യൂബ് ഉണ്ടാകും. അപ്പൊ ടോട്ടൽ എത്ര ക്യൂബായി? 4 ക്യൂബായി. 1 2 3 4. അതേപോലെ 4 ബോക്സ് 4 ക്യൂബ് മേലെ ഉണ്ടാവില്ലേ. അപ്പൊ താഴെ 4 പേര്, ഇതേപോലെ മുകളിലേക്കും 4 പേരുണ്ടാവില്ലേ. അപ്പൊ മൊത്തം ആ ഒരാൾ 8 പേരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് Q/8 ആണ്. അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ 1/ε0 ഇൻറ്റു ചാർജ് അല്ല, ചാർജ് എൻക്ലോസ്ഡ് ആണ്. ഈ ഒരു കേസിൽ അത് Q/8 ആയിട്ട് മാറും. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൺ ഓഫ് ദ എഡ്ജിൽ വെച്ചു, ഈ ഒരു എഡ്ജിന്റെ സെന്ററിൽ വെച്ചു. എഡ്ജിന്റെ സെന്ററിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. ഇവിടെ ഇൻ ടോട്ടൽ 4 പേരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഒരാളുണ്ടാകും. ഓക്കെ, അപ്പൊ താഴെ 2 പേര്, അതേപോലെ മുകളിലും 2 പേരുണ്ടാവും. ടോട്ടൽ 4 പേരുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചോദ്യം വരുമ്പോൾ നിങ്ങൾ Q/4 എന്ന് എഴുതണം. സോ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് Q അല്ല, Q/4. ആൻഡ് ദ ലാസ്റ്റ് കേസിൽ ഈ ക്യൂബിന്റെ ഫേസിന്റെ സെന്ററിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഫേസിന്റെ സെന്ററിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരായിട്ട് ഷെയർ ചെയ്യും. പകുതി ഇവിടെ വരും, പകുതി ഇവിടെ വരും. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ചുമരുണ്ടായിരുന്നു. ആ ചുമരിൽ ഒരു ബോൾ ഉണ്ട്. ആ ബോളിന്റെ പകുതി ഭാഗം ഉള്ളിലും പകുതി ഭാഗം അപ്പുറത്തെ റൂമിലാണ്. അപ്പോൾ ഫേസിന്റെ സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ 2 പേരുമായിട്ടല്ല ഷെയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിന് ചാർജ് എൻക്ലോസ്ഡ് നിങ്ങൾ എന്ത് എഴുതണം? Q/2 എന്ന് എഴുതണം. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്. 2 ചാർജസ്, 2 ചാർജുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? 2Q ഉണ്ട്, അതേപോലെ Q ഉണ്ട്. ആർ പ്ലേസ്ഡ് അറ്റ് ദ വേർട്ടസ് ഓഫ് ദ സെന്റർ ഓഫ് ദ ഫേസ്. അപ്പോൾ അവർ പറഞ്ഞ പോലെ 2 കേസിലായിട്ട് വെച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചത് ടോട്ടൽ ഫ്ലക്സ് ആണ്. അപ്പോൾ ഈ ക്യൂബിന്റെ ടോട്ടൽ ഫ്ലക്സ്. അപ്പോൾ ആദ്യം ഇതുണ്ടാക്കുന്ന ഫ്ലക്സ് കാണാം, ഇതുണ്ടാക്കുന്ന ഫ്ലക്സ് കാണാം, രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. therefore the total flux is equal to ആദ്യം ഈ ചാർജ് ഉണ്ടാക്കുന്ന ഫ്ലക്സ് എന്താണ്? 1/ε0 ഇൻറ്റു ചാർജ്. ഓക്കെ, ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് കോർണറിലാണ് വെച്ചത്. അപ്പോൾ നമ്മൾ Q/8 എന്ന് എഴുതണം. പക്ഷെ ആളുടെ ചാർജ് 2Q ആണ്. അപ്പോൾ 2Q/8. Q/8 അല്ലേ, കാരണം 8 പേരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അതിന്റെ ചാർജ് 2Q തന്നെയാണ്. അടുത്തത് ഈ ചാർജ് ഫേസിന്റെ സെന്ററിലാണ്. അപ്പോൾ 1/ε0 ഫേസിന്റെ സെന്ററിലാണെങ്കിൽ 2 പേരുമായിട്ടാണ് ഷെയറിങ് വരുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു Q/8 ഉം 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 വരും. സോ 4/ε0 പ്ലസ് Q/2/2/0. വേണമെങ്കിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്പിളും ഡിവൈഡും ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 4/ε0 മേലെ 3 വരും. അപ്പോൾ 3Q/4/0. ദാറ്റ് ഈസ് ദ 4th ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ.